6ാം ക്ലാസ്സിൽ പഠനം നിർത്തിയൊരു മനുഷ്യൻ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു കൃത്രിമ ഗർഭപാത്രം വയറ്റിൽ കെട്ടി അതിൽ ആടിൻ്റെ രക്തം നിറച്ച് തമിഴ്നാട്ടിലെ തെരുവുകളിലൂടെ ഓടി നടന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു അയാൾക്ക് ഭ്രാന്താണ്. ഭാര്യ ഉപേക്ഷിച്ചു, സ്വന്തം അമ്മ പോലും അയാളെ തള്ളിപ്പറഞ്ഞു. ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ടൈം മാഗസിൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ നരേന്ദ്രമോദിക്കും ബരാക് ഒബാമയ്ക്കുമൊപ്പം ആ ഭ്രാന്തൻ്റെ പേരുമുണ്ടായിരുന്നു. അരുണാചലം മുരുകാനന്ദം. ഇന്ന് ലോകം അദ്ദേഹത്തെ പാഡ്മാൻ എന്ന് വിളിക്കുന്നു. പണത്തിന് വേണ്ടിയല്ല, മറിച്ച് മാറ്റത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടം എങ്ങനെ കോടികളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെ വിറപ്പിച്ചു. കോയമ്പത്തൂരിലെ ഒരു സാധാരണ കൈത്തറി തൊഴിലാളി കുടുംബം. അച്ഛൻ്റെ അകാല മരണം അരുണാചലത്തെ വെറും 14-ാം വയസ്സിൽ സ്കൂളിൻ്റെ പടിയിറക്കി. വെൽഡറായും പച്ചക്കറി വിൽപ്പനക്കാരനായും ജീവിച്ചു. 1998 വിവാഹിതനായതോടെ അദ്ദേഹത്തിൻ്റെ ലോകം ഭാര്യ ശാന്തിയിലേക്ക് ചുരുങ്ങി. പക്ഷെ ഒരു ദിവസം ആ ദാമ്പത്യത്തെയും മുരുകാനന്ദൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ച ആ ചോദ്യമുയർന്നു. ഭാര്യ എന്തോ ഒന്ന് ഒളിപ്പിക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അഴുക്ക് പിടിച്ച പഴയ കുറേ തുണിക്കഷ്ണങ്ങൾ. എന്തിനാണിത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: എനിക്ക് പാഡ് വാങ്ങാനുള്ള പണമില്ല. പാഡ് വാങ്ങിയാൽ പിന്നെ വീട്ടിൽ പാലിനും ഭക്ഷണത്തിനും പണം ഉണ്ടാവുകയുമില്ല. ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ തളർത്തി. മൾട്ടിനാഷണൽ കമ്പനികൾ വിൽക്കുന്ന സാനിറ്ററി പാഡുകൾക്ക് അന്ന് വൻ വിലയായിരുന്നു. സാധാരണക്കാർക്ക് അത് അപ്രാപ്യവുമായിരുന്നു. അവിടെയാണ് മുരുകാനന്ദം എന്ന ഇന്നൊവേറ്റർ ജനിക്കുന്നത്. അദ്ദേഹം ആദ്യം ചെയ്തത് മാർക്കറ്റിൽ നിന്ന് ഒരു പാഡ് വാങ്ങി അത് കീറി പരിശോധിക്കുകയായിരുന്നു. ഉള്ളിൽ കണ്ടത് കുറച്ച് പഞ്ഞി മാത്രം. വെറും 10 പൈസയുടെ പഞ്ഞിക്ക് എന്തിനാണ് 4 രൂപ ഈടാക്കുന്നത്? അദ്ദേഹം സ്വന്തമായി പാഡ് നിർമ്മിച്ച് ഭാര്യയ്ക്ക് നൽകി. പക്ഷെ അത് പരാജയപ്പെട്ടു. ഫീഡ്ബാക്കിന് വേണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനികളെ സമീപിച്ചെങ്കിലും ലജ്ജ കാരണം ആരും സംസാരിക്കാൻ തയ്യാറായില്ല. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ആ പരീക്ഷണം നടക്കുന്നത്. ഒരു ഫുട്ബോൾ കൊണ്ടുണ്ടാക്കിയ ബ്ലാഡറിൽ ആടിൻ്റെ രക്തം നിറച്ച് അദ്ദേഹം വയറ്റിൽ കെട്ടി നടന്നു. പാഡുകൾ രക്തം എത്രത്തോളം വലിച്ചെടുക്കുന്നു എന്ന് സ്വയം പരീക്ഷിച്ചു. വസ്ത്രത്തിൽ രക്തം പടരുന്നത് കണ്ട ഗ്രാമവാസികൾ അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ചു. അയാളുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുവെന്നാരോപിച്ച് അവരെല്ലാം അയാളെ ആട്ടിപ്പായിച്ചു. മന്ത്രവാദം ചെയ്യുന്നുവെന്നും എന്തോ ബാധ കയറിയതാണെന്ന് പോലും അവർ വിശ്വസിച്ചു. ഒരിക്കൽ അയാളെ മരത്തിൽ കെട്ടിയിട്ട് ചികിത്സിക്കാൻ പോലും ബലം പിടിച്ചപ്പോൾ ആ നാട് തന്നെ വിട്ടുപോയിക്കോളാം എന്ന ഉറപ്പിന്മേലാണ് അയാളെ വെറുതെ വിട്ടത്. പിന്നീട് ഈ സംഭവങ്ങളെ ഓർത്തെടുക്കവേ അദ്ദേഹം പറഞ്ഞു: എൻ്റെ ഭാര്യ പോയി, അമ്മ പോയി, നാടെന്നെ പുറത്താക്കി, ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പക്ഷേ ആ ഒറ്റപ്പെടലിലാണ് വലിയൊരു കണ്ടുപിടുത്തത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരുന്നത്. 2 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ അദ്ദേഹം ആ രഹസ്യം കണ്ടെത്തി. സാധാരണ പഞ്ഞിയല്ല, മറിച്ച് പൈൻ മരത്തിൽ നിന്നുള്ള സെല്ലുലോസ് ഫൈബറാണ് പാഡ് നിർമ്മാണത്തിന് വേണ്ടത്. അക്കാലത്ത് പാഡ് ഉണ്ടാക്കാൻ വിദേശത്തു നിന്ന് വരുന്ന വമ്പൻ മെഷീനുകൾക്ക് അന്ന് 3 കോടി രൂപയോളം വിലയുണ്ടായിരുന്നു. എന്നാൽ മുരുകാനന്ദം തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും 4.5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടും കേവലം 65,000 രൂപയ്ക്ക് ഒരു സെമി ഓട്ടോമാറ്റിക് മെഷീൻ നിർമ്മിച്ചു. 2006 അദ്ദേഹം IIT മദ്രാസ് സന്ദർശിച്ച് തൻ്റെ ഇൻവെൻഷൻ അവതരിപ്പിച്ചു. പിന്നീട് IIT മദ്രാസ് അദ്ദേഹത്തിൻ്റെ ആശയം നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ്റെ ഗ്രാസ് റൂട്ട്സ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് അവാർഡിലേക്ക് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഇന്നൊവേഷൻ അവാർഡും കിട്ടി. പക്ഷെ അവിടെയാണ് അദ്ദേഹം തൻ്റെ ബിസിനസ് എത്തിക്സ് വ്യക്തമാക്കിയത്. പല വമ്പൻ കമ്പനികളും അദ്ദേഹത്തിൻ്റെ പേറ്റന്റ് വാങ്ങാൻ കോടികളുമായി എത്തി. പക്ഷെ അദ്ദേഹം അത് വിൽക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് പണമല്ല, മറിച്ച് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ശാക്തീകരണമായിരുന്നു. അതിനായി പിന്നീട് അദ്ദേഹം ജയശ്രീ ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. ലാഭത്തേക്കാൾ ഉപരി സോഷ്യൽ ഇമ്പാക്റ്റ് ലക്ഷ്യമിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അദ്ദേഹം കെട്ടിപ്പടുത്തു. അദ്ദേഹം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സുമായി ചേർന്ന് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കുറഞ്ഞ വിലയിൽ സാനിറ്ററി പാഡ്സ് എത്തിക്കാൻ പ്രവർത്തിച്ചു. ഈ മെഷീനുകൾ സ്ത്രീകൾക്ക് തൊഴിൽ സൃഷ്ടിക്കുകയും മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചുള്ള ബോധവൽക്കരണം വളർത്തുകയും ചെയ്തു. ഇന്ന് 27ലധികം സംസ്ഥാനങ്ങളിൽ മുരുകാനന്ദത്തിൻ്റെ മെഷീനുകൾ പ്രവർത്തിക്കുന്നു. 10,000 സ്ത്രീകൾക്ക് ഇത് തൊഴിൽ നൽകുന്നു. കേവലം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിപ്ലവം. ആഫ്രിക്കൻ രാജ്യങ്ങളിലും നേപ്പാളിലും ഭൂട്ടാനിലും ഈ ലോ കോസ്റ്റ് മോഡൽ വിപ്ലവം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നീട് ലോക ശ്രദ്ധ നേടി. അദ്ദേഹത്തിൻ്റെ കഥയെ ആസ്പദമാക്കി അമിത് വർമാണി മെൻസ്ട്രൽ മാൻ എന്ന ഡോക്യുമെൻ്ററി നിർമ്മിച്ചു. അക്ഷയ് കുമാറിനെ നായകനാക്കി പാഡ്മാൻ എന്ന സിനിമ പുറത്തിറങ്ങിയതോടെ ആ പേര് ലോകമെമ്പാടും മുഴങ്ങി. പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ ഓൺട്രപ്രനിയർമാരിൽ ഒരാളായി വളർന്ന കഥയാണിത്.
ഒപ്പം അദ്ദേഹത്തിൻ്റെ പേര് 2026 നോബൽ സമാധാന പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പോണ്ടിച്ചേരിയിലെ അരവിന്ദ് ഐ ഹോസ്പിറ്റലും അമേരിക്കൻ ടീമുകളും ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ആർത്തവ ശുചിത്വത്തെ ഒരു ആഗോള പ്രശ്നമായി ഉയർത്തുകയും ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അന്തസ്സും തൊഴിലും നൽകുകയും ചെയ്ത ഈ മനുഷ്യൻ ഇന്ന് ലോകത്തിന് ഒരു പാഠപുസ്തകമാണ്. അരുണാചലം മുരുകാനന്ദത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പാഠമാണ്. മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വലിയ ബാങ്ക് ബാലൻസ് അല്ല, മറിച്ച് മാറ്റം വരുത്തണമെന്ന ഉറച്ച തീരുമാനമാണ് വേണ്ടത്. ഒരിക്കൽ ഗ്രാമം പുറത്താക്കിയ ആ ഭ്രാന്തൻ ഇന്ന് ലോക സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് സമ്മാനത്തിൻ്റെ വാതിലിൽ എത്തി നിൽക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, ലോകം നിങ്ങളെ പരിഹസിക്കുന്നുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ മാറ്റങ്ങൾ നിങ്ങളിൽ നിന്ന് തുടങ്ങും. ഈ കഥ നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? മുരുകാനന്ദത്തിൻ്റെ ഈ പോരാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻസ്പിറേഷൻ ബിസിനസ് സ്റ്റോറികൾക്കായി ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.